വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു. ടൗണിൽ നടത്തിയ പ്രകടനത്തിന് ശേഷം KSEB ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധത്തിന് മുന്നോടിയായി കട്ടപ്പന നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനവും നടന്നു. കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം KSEB ഓഫീസിന് മുൻപിൽ സമാപിച്ചു. കത്തിജ്വലിക്കുന്ന പ്രതിഷേധത്തിന്റെ തീജ്വാലകളുമായി പ്രതിഷേധത്തിന്റെ തീപ്പന്തങ്ങളുമായി ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. 16 യൂണിറ്റിൽ നിന്നൊരു 16 പൈസയും ജനുവരി മാസം മുതൽ 12 പൈസയും ചേർത്ത് 28 പൈസയുടെ അന്യായമായ വർധനമേർപ്പെടുത്തിയ കേരള സർക്കാരിന്റെ തെറ്റായ ജനദ്രോഹ നടപടിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തുടർന്ന് നടന്ന ധർണ മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. 2014 4 പ്രാവശ്യം ഈ വൈദ്യുതി വർധന നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വൈദ്യുതി വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു ദേശമാണ് കേരളം. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? ഓരോ പ്രാവശ്യത്തെയും കൊച്ചു കച്ചവടക്കാർ വൈദ്യുതി ബില്ല് അടയ്ക്കാൻ വേണ്ടി വളരെ പാടുപെടുന്ന ഒരു അവസരം, ഒരു ദിവസം പോലും താമസിക്കാൻ മേലാത്ത അവസരം, മണിക്കൂറുകൾ താമസിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഈ സമിതിക്ക് വേണ്ടി, ഈ യൂണിറ്റിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ജനം വിലക്കയറ്റം മൂലം പൊറുതിമുട്ടിക്കുന്ന കേരളത്തിലെ ജനം എല്ലാ രംഗത്തും വിലക്കയറ്റമാണ്. അങ്ങനെ നിൽക്കുന്ന ജനത്തിൻ്റെ മുകളിലേക്ക്, നടുപൊടിഞ്ഞ ജനത്തിൻ്റെ മുകളിലേക്ക്, ദുരിതക്കയത്തിലേക്ക് വീണ്ടും 16 പൈസയും പിന്നീട് 12 പൈസയുമായിട്ട് അങ്ങനെ 28 പൈസയുടെ വർധനവ് ഏർപ്പെടുത്തിക്കൊണ്ട് കേരള വൈദ്യുതി ബോർഡ് ജനങ്ങളെ വലയ്ക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരള സംസ്ഥാനത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വം എല്ലാ സ്ഥലത്തും പന്തം കൊളുത്തിയ പ്രകടനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മർച്ചന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സിജോ മോൻ ജോസ്, ജോഷി കുറ്റട, KP ബഷീർ, KP ഹസൻ, ഷിയാസ് AK, ബൈജു വേമ്പേനി തുടങ്ങിയവർ സംസാരിച്ചു.